ഈ AI ചിത്രങ്ങളും ഹൈപ്പർ റിയലിസ്റ്റിക് ആർട്ടുകളും സോഷ്യൽ മീഡിയ കീഴടക്കുന്ന ഈ കാലത്ത് ഉളിയും തേക്കുതടിയും കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരാളെ, അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. പുനലൂർ തൂക്കുപാലം മുതൽ കൊല്ലം മണിമേടയും വിളക്കുമരവും വരെ കൊല്ലത്തിന്റെ പൈതൃകങ്ങളെ അതേ തനിമയിൽ ശില്പങ്ങളാക്കി മാറ്റുന്ന കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ 75-ാം വയസ്സിലും തന്റെ കരവിരുതിലൂടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഈ കലാകാരൻ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആദിച്ചനല്ലൂർ സ്വദേശി നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ കുണ്ടുമണ്ണിലുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രം, അല്ലെങ്കിൽ ഷോ കേസിൽ വെക്കാവുന്ന ഇതുപോലെയുള്ള പ്രോട്ടോടൈപ്പ് രൂപങ്ങൾ. ഇതിപ്പോ നമ്മൾ പറഞ്ഞാൽ ഇത് നുഖമാണ്, കാളവണ്ടി, ഇത് ഹെലികോപ്റ്റർ ഉണ്ട്. അതേപോലെ പുനലൂർ തൂക്കുപാലം 1987 ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി കഴിപ്പിച്ച തൂക്കുപാലം. ഇന്ന് ഇന്ത്യയിൽ ഒന്ന് കൽക്കട്ടയിലെ തൂക്കുപാലം, അത് കഴിഞ്ഞാൽ പുനലൂർ തൂക്കുപാലം അതായിരുന്നു. പിന്നീട് ഒരുപാട് തൂക്കുപാലങ്ങൾ വന്നു, പക്ഷേ ആദ്യകാലങ്ങളിൽ ഇത് 2 തൂക്കുപാലങ്ങളായിരുന്നു ഏറ്റവും പ്രധാനം. ഇപ്പൊ കാളവണ്ടി, അതേപോലെ തന്നെ ഇത് ടൈറ്റാനിക് ആണ്. ആ ടൈറ്റാനിക് ഇതിനൊക്കെ 7000 രൂപ മറ്റുമാണ് വില ഇതിന്. അതായത് മുഴുവനും തേക്ക് കൊണ്ട് നിർമ്മിച്ചു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം അദ്ദേഹം, നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടൻ, ഇപ്പോഴും വീണ്ടും അടുത്തതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏത് സമയം പ്രവർത്തനവും. കൊറോണ സമയത്ത്, കോവിഡ് സമയത്ത്, അതിനു മുമ്പ് തടിപ്പണികൾ, മറ്റ് ഫർണിച്ചറും കസേരയും കട്ടിലും ഒക്കെ നിർമ്മിക്കുന്ന പണിയായിരുന്നു. കോവിഡ് സമയത്താണ് അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സിലേക്ക് തിരിയണമെന്നൊരു തോന്നലുണ്ടായത്. ചേട്ടാ, ഈ അസുഖം തുടങ്ങിയിട്ട് എപ്പോഴായിരുന്നു? ഇത് കൊറോണ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സും കുറഞ്ഞ്, അതുമല്ല കൊറോണ സമയത്ത് ഒരു 1-2 മാസത്തേക്ക് വർക്കില്ലായിരുന്നു. അങ്ങനെ തുറക്കുന്ന സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി വരയ്ക്കുക, പോയി കണ്ടിട്ട് വന്ന് രൂപകൽപ്പന ചെയ്തിട്ട് പേപ്പറിൽ ഇത് ആഡ് ചെയ്ത് വരച്ചതിന് ശേഷം പിന്നെ തടിയിൽ ഇത് നിർമ്മിക്കുകയായിരുന്നു. വിറ്റ് പോകുന്നുണ്ടോ? ഈ മറ്റേതിന് കണ്ടമാനം പോകുന്നുണ്ട്, ആളുകൾ സ്വീകരിക്കുന്നുണ്ട് ആ വർക്ക്. പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, അത് വളരെ സന്തോഷം. അത് കാണുമ്പോൾ തന്നെ ആ ചെയ്യുവാൻ കൃത്യമായി അറിയാം. ഇതിനകത്ത് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒരാൾക്ക് കൊണ്ടുപോയാൽ എക്കാലം ഇത് ഇരിക്കണം, ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിടുകയാണ്. തേക്കല്ലേ മുഴുവൻ? മൊത്തം തേക്ക് തടി എവിടുന്നാ പർച്ചേസ് ചെയ്യുന്നത്? ബില്ലിൽ നിന്ന് എടുക്കുക. അത് അതിന്റെ ക്വാളിറ്റി ഒക്കെ അറിയാം. അത് നമ്മൾ സ്ഥിരം ഇങ്ങനെ ഫർണിച്ചറിന്റെ പണി ചെയ്യുന്നതിനെ കൊണ്ട് ക്വാളിറ്റി കണക്കാക്കി. എന്തിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്? ഇപ്പൊ നടക്കുന്നിട്ട് പിന്നെ പായ്ക്കപ്പലില്ല, തീർന്ന്. അത് ഇനി ഉണ്ടാക്കാൻ വരിക. ഇന്നലെ തന്നെ കൊണ്ട് പായ്ക്കപ്പൽ തീർന്നു. അതിന് 1-2 പേര് അഡ്വാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടി പരിശ്രമത്തിൽ അതിന് ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാനുള്ള ഏറ്റതാണ്. ഇതെന്തോ ക്ലോക്ക് ടവർ ആണോ ഈ കാണുന്നത്? ഇതെന്താ ഇത്? ക്ലോക്ക് ടവർ ആണ്. നമ്മുടെ കൊല്ലം ക്ലോക്ക് ടവർ ആണോ? ഇത് കൊല്ലത്തിന്റെ മുഖങ്ങൾ, കൊല്ലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന രേഖപ്പെടുത്താവുന്ന കാര്യങ്ങൾ വേണ്ടില്ലേ? പണി തീർന്നില്ല. കൊല്ലം ക്ലോക്ക് ടവർ, അതും സെറ്റ്. ചേട്ടൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അതിന് മുകളിൽ ഒന്നും കൂടി ഉണ്ട്. പക്ഷെ ഇവിടെ ക്ലോക്ക് വെക്കണം, ക്ലോക്കും വരും. വർക്ക് ചെയ്യുന്ന ക്ലോക്കാണോ വെക്കുന്നേ? അതും കൂടി തുറന്നു വെക്കുക എന്നുള്ളതാണല്ലേ? ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ്. അതായത് കൊല്ലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന കൊല്ലത്തിന്റെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്, വരുന്നുണ്ട് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മൈനർ റൂട്ട് സാധനം വരെ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കും. ഇതാണ്ട് ആ തൂക്കുപാലം ചെയ്തേക്കുന്നതിന്റെ ചങ്ക് വരെ അതിനകത്ത് കൊടുത്തിരിക്കും. അതില്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഇതെന്ത് ചോദിക്കാറൊരു ഇവിടെ വരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വന്ന് മേടിച്ചില്ലേലും ശരിയാണ്, നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വന്ന് കണ്ട് നമുക്കൊരു അഭിപ്രായം കിട്ടുന്നതാണ് ലക്ഷങ്ങളുടെ വില വധിക്കും. മക്കളൊക്കെ മോനുണ്ട്, മോൻ ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ്, മോള് BSc നേഴ്സാണ്. ഇതിനകത്ത് ഇതുപോലെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സിനകത്ത് ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ ഫാദറിൻ്റെ കൂടെ നടന്ന് ഈ പണി പഠിച്ച് തൊഴിൽപരമായിട്ട് കാർപ്പൻ്ററാണ്. പണി ഞാൻ മറ്റൊരു രീതിയിലായിരുന്നു പോയത്. പിന്നെ അത് ഇടയ്ക്ക് വെച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ ഡിസൈനറിങ് വർക്ക് അത് പഠിച്ചിട്ടാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി ഷിപ്പിൻ്റെ വർക്കായിരുന്നു. ഷിപ്പിൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ 55 വയസ്സായപ്പോൾ റിട്ടയർമെൻ്റായി ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കണമെന്ന് വെച്ച് വർഷാപ്പ് അങ്ങ് തുടങ്ങി. അതിനുശേഷം 55 വയസ്സായി ഇവിടെ വന്നപ്പോൾ 40 വയസ്സായല്ലോ. 67 വയസ്സ് കഴിഞ്ഞ് പറയത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ പോകും. എന്തായാലും ഈ ഒരു പ്രായത്തിലും അങ്ങ് അതിൽ വിരമിക്കൽ എന്ന് പറയുന്ന ഇതിനോട്, അതായത് പ്രായമൊക്കെ ഒരു നമ്പർ മാത്രം എന്നല്ലേ പറയുന്നത്? അത് ജോലി ചെയ്യാൻ കഴിവുന്നിടത്തോളം കൊണ്ട് ജോലി ചെയ്യുക, അതേ ഉള്ളൂ. ഇപ്പം മക്കൾ വലുതായി പിള്ളേർ പറയുന്നത് വീട്ടിൽ ഇരിക്കുക, അതെന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ അസുഖക്കാരനാകും. അതിലുപരി നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ 10 പേരെ ഇതിനൊക്കെ കാണാം,
അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാം, മുഴുവില്ല, ശരീരത്തിന് ആരോഗ്യമുണ്ട്. അതിന് നമ്മൾ ആരോഗ്യം ശേഷിച്ച് വരുന്നവരെ വരെ നമുക്ക് ജോലി ചെയ്യാം. അതായത് കൊല്ലത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ, പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ ഒരു രൂപങ്ങൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന കപ്പലാണെങ്കിലും പുനലൂർ തൂക്കുപാലം, അതേപോലെ തന്നെ കാളവണ്ടി, ടൈറ്റാനിക്, ഹെലികോപ്റ്റർ തുടങ്ങി കൊല്ലം ഇതിനെല്ലാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊല്ലത്ത് കപ്പൽ അടുക്കുന്ന സ്ഥലമാണ്, തൂക്കുപാലമുണ്ട്. ഈ കൊല്ലത്ത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കൊല്ലം ആശ്രാമം മൈതാനത്തായിരുന്നു വിമാനത്താവളം. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ പറയുന്ന ഈ കലാരൂപങ്ങൾക്കെല്ലാം വലിയ ഡിമാൻഡാണ് ഇപ്പോൾ. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.